ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. പരിപാടിക്കിടെ കുഴഞ്ഞു വീണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള നടനും അവതാരകനുമായ രാജേഷ് കേശവിന്റെ ആരോഗ്യ വിവരം പങ്കുവച്ച സുഹൃത്ത് പ്രതാപ് ജയലക്ഷ്മി. വെല്ലൂർ CMC ഹോസ്പിറ്റലിൽ വന്നതിനു ശേഷമുള്ള വാർത്തകൾ ഏറെ പ്രതീക്ഷ നൽകുന്നവയാണെന്ന് പ്രതാപ് പറയുന്നു. പ്രിയപ്പെട്ട രാജേഷിനെ വെല്ലൂർ CMC ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഒരാഴ്ചയായി. ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ആ അപകടം നടന്നിട്ട് 36 ദിവസവും. വെല്ലൂർ വന്നതിനു ശേഷമുള്ള വാർത്തകൾ ഏറെ പ്രതീക്ഷ നൽകുന്നവയാണ്. ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. കുറഞ്ഞത് 2-3 മാസമെങ്കിലും ഇവിടെ തുടരേണ്ടി വന്നേ എന്നും ഡോക്ടർ പറയുന്നുണ്ട്. ന്യൂറോ, കാർഡിയോ, ജനറൽ മെഡിസിൻ, എമർജൻസി മെഡിസിൻ, ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഫിസിയോ തുടങ്ങി ഒരു കമ്പൈൻഡ് മെഡിക്കൽ ടീമാണ് കാര്യങ്ങൾ ഏകോപിക്കുന്നത്. ഇൻഫെക്ഷൻ സാധ്യതയുള്ളതുകൊണ്ട് സന്ദർശകരെ അനുവദിക്കുന്നില്ല എന്ന് പ്രതാപ് പറയുന്നു. വെല്ലൂരിലെത്തിയതിനു ശേഷമുള്ള കാര്യങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഡോക്ടർമാർക്കും പ്രത്യേകം നന്ദി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. രാജേഷിന്റെ ഭാര്യ സിന്ധുവും അനുജൻ രൂപേഷും ഇപ്പോഴും ആശുപത്രിയിൽ ഒപ്പമുണ്ട്. കൂടെ വെല്ലൂർ ആശുപത്രിയിലെ സ്നേഹവും കരുതലുമുള്ള നഴ്സുമാരും മറ്റു ആരോഗ്യ പ്രവർത്തകരും. രാജേഷിനെ സ്നേഹിക്കുന്ന പലരും അയച്ചു തന്നിരുന്ന ശബ്ദ സന്ദേശങ്ങൾ കേൾപ്പിക്കുന്ന കാര്യം ഞാൻ മുൻപ് എഴുതിയിരുന്നു. അതൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇഷ്ടമുള്ള കാര്യങ്ങൾ തുടർച്ചയായി കേൾപ്പിക്കുവാൻ ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞതിന്റെ ഭാഗമായി അവന്റെ പ്രിയപ്പെട്ട പാട്ടുകൾ, പ്രത്യേകിച്ച് SRK സോങ്സ്, ലാലേട്ടൻ, സുരേഷേട്ടനും ജയറാമേട്ടനും പ്രിയ സുഹൃത്തുക്കളും അയച്ചു തരുന്ന വോയിസ് നോട്ടുകൾ, അങ്ങനെ എല്ലാം ഗോകുലം കൃഷ്ണമൂർത്തിക്കും പ്രത്യേകം നന്ദി. അവൻ ചെയ്ത സ്റ്റേജ് പ്രോഗ്രാമുകൾ ഒക്കെ കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും പ്രതാപ് പറയുന്നു. ചെറിയ രീതിയിലുള്ള റെസ്പോൺസ് പോലും രാജേഷിന്റെ ചികിത്സാ രീതികളിൽ വളരെ പ്രധാനമാണ് എന്ന് ഡോക്ടർമാർ വിശദീകരിക്കുന്നു. ഞങ്ങൾക്കുറപ്പാണ് രാജേഷ് എല്ലാം അറിയുന്നുണ്ട്, ഞങ്ങൾ എല്ലാം അറിയിക്കുന്നുമുണ്ട്. കൂടുതൽ ശുഭവാർത്തകൾക്കായി കാത്തിരിക്കും. രാജേഷിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും സ്നേഹവും എപ്പോഴും ഉള്ളതുപോലെ ഇനിയും തുടരുക. നന്ദി എന്നും പ്രതാപ് ജയലക്ഷ്മി കൂട്ടിച്ചേർത്തു.